നമുക്ക് ഒരു മോഡൽ പ്രോബ്ലം കൂടെ ഊളേഴ്സ് മെത്തേഡ് നോക്കാം. പ്രസൻറ്റേഷനാണ്, എല്ലാം ഒരേ മോഡൽ തന്നെയാണ്. തന്നിരിക്കുന്നത് കറക്റ്റ് മനസ്സിലാക്കി എടുക്കണമെന്നുള്ളതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത്ര സിമ്പിൾ മെത്തേഡ് ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗിവൺ ഡി വൈ ബൈ ഡി എക്സ് സ്ലോപ്പ് വന്നിട്ടുണ്ട് വൈ മൈനസ് എക്സ് ബൈ വൈ പ്ലസ് എക്സ്, നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് എന്ന് പറയാം നമുക്ക്. വിത്ത് വൈ ഓഫ് 0 = 1 സൊല്യൂഷൻ നമ്മൾ എഴുതി തുടങ്ങുന്നു. സൊല്യൂഷൻ എഴുതി തുടങ്ങാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഈ ഒരു സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ വൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ വൈ പ്ലസ് എക്സ്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത്, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതായിട്ട് എടുത്തു. വിത്ത് വൈ ഓഫ് 0 = 1, അതായത് ഫംഗ്ഷൻ വൈക്ക് അറ്റ് എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോഴത്തേക്ക് 1 ആണ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എക്സിൻ്റെ വാല്യൂ എന്താണ്, x0 എന്ന് പറയുന്നത് 0യും y0 എന്ന് പറയുന്നത് എക്സിന് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താണോ, അതായത് എത്രയാണ് 1 ആണെന്നാണ് പറയുന്നത്. y0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഫൈൻഡ് y അപ്രോക്സിമേറ്റ്ലി, എന്താണ് y കണ്ടുപിടിക്കണം അപ്രോക്സിമേറ്റ്ലി ഫോർ x = 0.5. അതായത് ഫോർ x = 0.5 ആണെങ്കിൽ x = 0.5, y ഓഫ് എന്ത് കണ്ടുപിടിക്കാൻ എന്ന് ചെയ്യാനുള്ളത്, y ഓഫ് 0.5 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് യൂസിങ് യൂളേഴ്സ് മെത്തേഡ്. എവിടെയാണ് 5 സ്റ്റെപ്സ് എന്ന് പറഞ്ഞത്, ഇവിടെ സ്റ്റെപ്പ് സൈസ് തന്നിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, നോട്ട് ഗിവൺ ആണ്. സ്റ്റെപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ എച്ച് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ എന്താ, y ഓഫ് n+1 = yn പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് xn, yn, where n can take the value 1, 2, 0, 1, 2, 3 etc. അപ്പോൾ എന്നിന് എത്ര വാല്യൂ കൊടുത്ത് അത്രയും സ്റ്റെപ്സ് നമ്മൾ എടുക്കും. ഇപ്പോൾ y0, y1, y2, y3, y4, y5 എത്ര സ്റ്റെപ്സ് നമ്മൾ എടുക്കും. അപ്പം 5 സ്റ്റെപ്സ് എടുക്കണമെന്ന് പറഞ്ഞു. 5 സ്റ്റെപ്സ് എടുക്കുമ്പം എന്ത് കിട്ടണം നമുക്ക്, 5 സ്റ്റെപ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, y ഓഫ് 0.5 കിട്ടണം. അപ്പോൾ y ഓഫ് 0.5 കിട്ടാൻ വേണ്ടിയിട്ട് 5 സ്റ്റെപ്സ് എടുക്കാം. അപ്പോൾ y ഓഫ് 0.5 കിട്ടുന്നതിന് വേണ്ടിയിട്ട് 5 സ്റ്റെപ്സ് എടുക്കാം. പക്ഷേ y ഓഫ് 0.5 എത്ര, അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും, അപ്പോൾ h എത്ര, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എച്ച് നമുക്ക് തന്നിട്ടില്ല. എച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. 5 സ്റ്റെപ്സ് ആണ്, y1, y2, y3, y4, ഇത്രയാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഐഡിയലി ഇപ്പം നമുക്ക് ഒരു ഇക്വേഷൻ വെച്ച് അത് എച്ച് കണ്ടുപിടിക്കുക എന്ന് പറയാമെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമുക്കൊരു എന്താണ് ഗ്രാഫ് ഇങ്ങനെ ഉണ്ടെന്ന് വെക്കാം. വേണമെങ്കിൽ x = 0, x = 0 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് അല്ലേ, അതായത് x0. അവിടെ തുടക്കം എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന റെഫറൻസ് പോയിന്റ്. ഇത് തന്നെ ഞാൻ എടുക്കുന്നില്ല. റെഫറൻസ് പോയിന്റ് ആയിട്ട് ഞാൻ ഇവിടെയാണ് x0 കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ, x0 എന്ന് പറഞ്ഞാൽ എത്ര, 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇവിടെയാണ് വരുന്നത്. പക്ഷേ എന്നാലും ഞാൻ എന്താണ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എനിക്ക് അവിടെ ഞാൻ ഗ്രാഫ് വരച്ചപ്പോൾ താന്നുപോയി, അതുകൊണ്ട് ഇപ്പുറത്തോട്ട് എന്ത് ചെയ്യുന്നു വരച്ച് കാണിക്കുന്നു. ഇതാണ് x0 എന്ന് വയ്ക്കുക. നമുക്ക് കണ്ടുപിടിക്കാനുള്ള y ഓഫ് 0.5 ആണ്. y ഓഫ് 0.5 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ, ഈ x ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇതിനിടയ്ക്ക് എത്ര സ്റ്റെപ്സ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്, 5 സ്റ്റെപ്സ്. ഒന്ന്, അതായത് ഈ സ്റ്റെപ്പ് തൊട്ടപ്പുറത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ x0 കൂടെ h കൂടെ കൂട്ടിയ x1 ആയിരിക്കും. അപ്പോൾ 1 സ്റ്റെപ്പായി, 2 സ്റ്റെപ്പായി, 3 സ്റ്റെപ്പായി, 4 സ്റ്റെപ്പായി, 5 സ്റ്റെപ്പായി. അപ്പോൾ 1, 2, 3, 4, 5. അപ്പം x0 ആയിരിക്കും ഫസ്റ്റ് നമുക്കുള്ള വാല്യൂ, പിന്നെ x1 ആയിരിക്കും, പിന്നെ x2 ആയിരിക്കും, പിന്നെ x3 ആയിരിക്കും, പിന്നെ x4 ആയിരിക്കും, x5 ആയിരിക്കും. അപ്പോൾ x0-ന് കറസ്പോണ്ടിങ് ആയിട്ട് y0 വരും, x1-ന് കറസ്പോണ്ടിങ് ആയിട്ട് y1 വരും, x2-ന് കറസ്പോണ്ടിങ് ആയിട്ട് y2 വരും, x3 കറസ്പോണ്ടിങ് y3 വരും, y4 വരും, y5 വരും. y5 വരെ നമുക്ക് ചെയ്യണമെന്ന് മനസ്സിലായി. പക്ഷേ അവിടെ എല്ലാം എച്ചിൻ്റെ വാല്യൂ ഉണ്ട്. ഇതിന് ഇടയ്ക്കുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ എച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി ഇനിഷ്യൽ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. x0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്ര, y0 = 1. അപ്പോൾ x0 = 0 എന്നാണ്. അപ്പോൾ x0-യുടെ വാല്യൂ 0 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള y ഓഫ് 0.5, അതായിരിക്കും ഏറ്റവും അവസാനത്തെ വാല്യൂ. അപ്പോൾ x5 എന്ന് പറഞ്ഞാൽ 0.5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമുക്ക് എന്താണ് ഗിവൺ ആണ്. ഇതിനിടയ്ക്ക് അപ്പോൾ ഓരോ സ്റ്റെപ്പിനും ഇടയ്ക്കുള്ള ഈ എക്സ് ഡിസ്റ്റൻസ് ആണല്ലോ സ്റ്റെപ്പ് സൈസ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആക്ച്വലി സ്റ്റെപ്പ് സൈസ് തന്നിട്ടില്ലെങ്കിൽ, ഇഫ് സ്റ്റെപ്പ് സൈസ് ഈസ് നോട്ട് ഗിവൺ, വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ബൈ, നമ്മളെ ലോജിക്ക് വെച്ച് നിങ്ങൾ ചെയ്താൽ മതി. സ്റ്റെപ്പ് സൈസ് h = ഇതിൻ്റെ ഡിഫറൻസ് ഇൻ എക്സ് വാല്യൂ അല്ലേ, ഡിഫറൻസ് ഇൻ എക്സ് വാല്യൂ, എക്സ് വാല്യൂവിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ഡിവൈഡ് ബൈ എത്ര ഡിവിഷൻസ് ഇവിടെ എടുക്കുന്നു, നമ്പർ ഓഫ്
ഡിവിഷൻസ്, അത്രത്തോളം നമ്പർ ഓഫ് ഡിവിഷൻസ് കൂട്ടിയാൽ ആക്യുറസിയും കൂടും അല്ലേ. ഡിഫറൻസ് ഇൻ എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ പുറത്ത് എന്താ x5 മൈനസ്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് x5 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എന്തെന്ന് പറയാം, x0 എന്ന് പറയാം. എക്സ് മൈനസ് x0 ഡിവൈഡഡ് ബൈ, ഇവിടെ വേണമെങ്കിൽ x5 എന്ന് പറയാം, എക്സ് മൈനസ് x0 ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നു, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ്. ഇവിടെ എത്ര ഡിവിഷൻസ്? 5 സ്റ്റെപ്സ്. നമ്പർ ഓഫ് ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ് ആണ്, നമ്പർ ഓഫ് സ്റ്റെപ്സ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 5 ആണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് സൈസ് h ഈസ് ഈക്വൽ ടു എക്സിനുണ്ടാകുന്ന ഡിഫറൻസ്. എക്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 0.5 നമുക്ക് തന്നിരിക്കുന്നത് x0 എന്ന് പറഞ്ഞാൽ 0 ആണ്, ഡിവൈഡ് ബൈ എത്ര സ്റ്റെപ്സ് ഉണ്ട്? 5 സ്റ്റെപ്സ് ഉണ്ട്. അപ്പം എച്ചിൻ്റെ വാല്യൂ 0.5 ഡിവൈഡ് ബൈ എന്തെന്ന് വരും? 5 എന്ന് വരും. 0.5 ഡിവൈഡ് ബൈ 5 ചെയ്താൽ എത്ര കിട്ടും? ഇറ്റ് വിൽ ബി 0.1. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രയായിട്ട് എടുക്കാം? 0.1 ആയിട്ട് എടുത്ത് 5 സ്റ്റെപ്സ് കൊണ്ട് ചെയ്യണം. അപ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞ് മനസ്സിലായില്ല? അപ്പം നമുക്ക് എക്സിൻ്റെ വാല്യൂ 0.5 ആണ്, അപ്രോക്സിമേറ്റ്ലി 0.5 ബൈ Eulers മെത്തേഡ് 5 സ്റ്റെപ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അപ്രോക്സിമേഷൻ, ഒന്നാമത്തെ അപ്രോക്സിമേഷൻ നമുക്ക് എന്താണ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം x0 ഒരു വാല്യൂ എടുക്കാം. x0 ഈസ് ഈക്വൽ ടു എത്ര? നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തത് എങ്ങനെയാണ്? നമ്മൾ ഓരോന്ന് എത്ര സ്റ്റെപ്സ് വേണം? അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഒരു വാല്യൂ എഴുതിയില്ലയോ? അപ്പം എക്സിൻ്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് എഴുതാം, അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് കൂടെ എഴുതി വെക്കാം. x0 വാല്യൂ ഫസ്റ്റ് തന്നിരിക്കുന്നത് 0. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0 പ്ലസ് h കൂടെ എത്ര? 0.1. അപ്പോൾ 0.1. x2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0.1 പ്ലസ് h എത്രയായിരിക്കും? 0.2. x3 എന്ന് പറഞ്ഞാൽ 0.2 പ്ലസ് h 0.3. x4 എന്ന് പറഞ്ഞാൽ 0.3 പ്ലസ് h 0.4. x5 എന്ന് പറഞ്ഞാൽ 0.4 പ്ലസ് h 0.5 അല്ലേ. എല്ലാത്തിൻ്റെ കൂടെ 0.1 ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ x0ക്ക് കറസ്പോണ്ടിങ് y0 ഉണ്ട്, x1ന് കറസ്പോണ്ടിങ് y1 ഉണ്ട്, x2ന് കറസ്പോണ്ടിങ് y2, y3, x4ന് കറസ്പോണ്ടിങ് y4 ആൻഡ് x5ന് കറസ്പോണ്ടിങ് y5. അപ്പോൾ y5 വരെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? n ഈസ് ഈക്വൽ ടു 0 കൊടുക്കുന്നു. അപ്പോൾ n ഈസ് ഈക്വൽ ടു 0 ഫസ്റ്റ് അപ്രോക്സിമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് അപ്രോക്സിമേഷൻ y ഓഫ് n പ്ലസ് 1 ഈസ് ഈക്വൽ ടു y n പ്ലസ് h ഇൻറ്റു എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് എൻ വൈ എൻ എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്നിന് 0 കൊടുക്കുമ്പോൾ എന്നിൻ്റെ സ്ഥലത്ത് 0 കൊടുക്കുമ്പോൾ y 1 ആവും, ഇവിടെ എന്നിന് 0 കൊടുക്കുമ്പോൾ y 0 ആവും, പ്ലസ് എച്ചിൻ്റെ വാല്യൂ അതേപോലെ ഇട്ടു, h ഇട്ടു. എഫ് ഓഫ് എന്താണ്? x0 y0, x0 y0 എന്നാവും. എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ നമുക്കിവിടെ ഉണ്ട്, y മൈനസ് എക്സ് ബൈ y പ്ലസ് എക്സ്. അപ്പോൾ ഇവിടെ x0 y0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. y1 ഈസ് ഈക്വൽ ടു y0 പ്ലസ് h ഇൻറ്റു എന്താണ്? എഫ് ഓഫ് x0 y0ക്ക് വരാം എന്താണ്? നമുക്ക് എന്ത് വരാം? y0 മൈനസ് x0 ഡിവൈഡ് ബൈ y0 പ്ലസ് x0 അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് y1 ഈസ് ഈക്വൽ ടു y0, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോലും y1 ഈസ് ഈക്വൽ ടു y0യുടെ വാല്യൂ എത്ര? y0 എത്രയാണ്? ഈസ് ഈക്വൽ ടു 1. y0 നമുക്ക് 1 ആണ്. 1 പ്ലസ് h എത്രയാണ്? 0.1 ഇൻറ്റു y0 എത്ര എന്ന് പറഞ്ഞാൽ എത്ര? വീണ്ടും 1 മൈനസ് x0 എന്ന് പറഞ്ഞാൽ 0 ഡിവൈഡ് ബൈ y0 1 പ്ലസ് x0 0. ഇവിടെ നിന്ന് നമുക്ക് y1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 1/1 0.1 എന്ന് വരും. ഓക്കെ. നെക്സ്റ്റ് അടുത്ത പുട്ട് n ഈസ് ഈക്വൽ ടു 1 ഇൻ ഇക്വേഷൻ നമ്പർ. ഈ ഒരു സാധനം നിങ്ങളൊക്കെ എഴുതി പോകണം കേട്ടോ, ഞാനിപ്പം ഡയറക്റ്റ് ചെയ്യുക, നിങ്ങൾ ചെയ്തോളാം. n ഈക്വൽ ടു 1 കൊടുക്കുകയാണെങ്കിൽ ഇതെന്തായി മാറി? y2 ആയി മാറി, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താണ്? y1 ആയി മാറി, പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നിൻ്റെ സ്ഥലത്ത് x1 ആയി, y എന്നിൻ്റെ സ്ഥലത്ത് y1 ആയി. അപ്പോൾ ഇവിടെ നിന്ന് y1 എന്ന് പറയുന്നത് പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് x1 y1 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താണ്? y1 മൈനസ് x1 ഡിവൈഡ് ബൈ y പ്ലസ് എക്സ്, y1 പ്ലസ് x1 അല്ലേ. അപ്പോൾ അതിന് ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ y2 ഈസ് ഈക്വൽ ടു y1ൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കും? y1 ഈസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, y1 ഈസ് ഈക്വൽ ടു 1.1 പ്ലസ് എച്ചിൻ്റെ സ്ഥലത്ത് എത്ര കൊടുക്കും? 0.1 ഇൻറ്റു ഇതിൻ്റെ സ്ഥലത്ത് y1 മൈനസ് x1. y1 എന്ന് പറഞ്ഞാൽ എത്ര? 1.1 മൈനസ് x1ൻ്റെ വാല്യൂ നമ്മളിവിടെ എത്ര? 0.1, അതായത് x0 പ്ലസ് h ആണ് x1 എന്ന് പറയുന്നത്. നമ്മൾ ആഡ് ചെയ്ത്
x1 divided by y1 plus x1 1.1 plus x1 ന്റെ വാല്യൂ 0.1. അത് ചെയ്യാം. 1.1 മൈനസ് എല്ലാം ചെയ്യാം. 1.1 മൈനസ് 0.1 ഡിവൈഡ് ബൈ 1.1 പ്ലസ് 0.1. അപ്പോൾ ആ വാല്യൂ കിട്ടി ഇൻറ്റു 0.1 പ്ലസ് 1.1. The answer is 1.1833. ഓക്കെ, അപ്പം n ഈക്വൽ ടു 1ൻ്റെ കിട്ടി. അടുത്ത മൂന്നാമത്തത് n ഈസ് ഈക്വൽ ടു 2. അപ്പോൾ എന്ത് കിട്ടും? y3 ആവും അല്ലേ. xn പ്ലസ് 1 എന്ന് yn പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ y3 ഈസ് ഈക്വൽ ടു y2 പ്ലസ് h ഇൻറ്റു എന്താണ് എഫ് ഓഫ് xn. xn സ്ഥലത്ത് n 2 ആയതുകൊണ്ട് x2 yn സ്ഥലത്ത് വാല്യൂ 2 ആയതുകൊണ്ട് y2 അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു y2 പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് x2 y2 എന്ന് പറഞ്ഞാൽ എന്താണ് y മൈനസ് എക്സിന് y2 മൈനസ് x2 എന്ന് എഴുതാം ഡിവൈഡ് ബൈ y പ്ലസ് എക്സിനെ y2 പ്ലസ് x2 എന്ന് എഴുതാം. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ആ, ഓക്കെ. ഇവിടെ വിച്ച് ഈസ് ഈക്വൽ ടു y3 ഈസ് ഈക്വൽ ടു, പിന്നെ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y2ൻ്റെ വാല്യൂ എന്താണ്? 1.1833 പ്ലസ് എന്താണ് h എന്ന് പറഞ്ഞാൽ എത്ര? 0.1. സ്റ്റെപ്പ് സൈസ് y2 പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ y2 മൈനസ് x2 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര? 1.1833 മൈനസ് x2 എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ 0.2 ഡിവൈഡ് ബൈ y2 പ്ലസ് x2 പ്ലസ് x2 എന്ന് പറഞ്ഞാൽ 1.1833 പ്ലസ് 0.2. ഇവിടെ ചെയ്യുമ്പോൾ ആൻസർ വരും മൈനസ് 0.2. കാൽക്കുലേറ്റ് അടിക്കുന്ന വല്ല മിസ്റ്റേക്ക് ഉണ്ടോ നോക്കണേ. പകുതി ഉറക്കത്തിലിരിക്കുക. 1.1833 പ്ലസ് 0.2 ഇൻറ്റു 0.1 പ്ലസ് 1.8 ചെറുതായിട്ട് വാല്യൂ കൂടി പോകുന്നത് നോക്കിക്കോളാം. ഇങ്ങനെ പോകണം. ഇതിനെക്കാട്ടി വലിയൊരു വാല്യൂ ചെറുതായിട്ട് ഡിഫറൻസ് വരും. ഫോർത്ത് വൺ നമുക്ക് എവിടെ വെച്ച് ചെയ്യണം? y5 വരെ ചെയ്യണം. അപ്പോൾ y3 ആയുള്ളൂ. പിന്നെ രണ്ടെണ്ണം കൂടി ചെയ്യേണ്ടി വരും. n ഈക്വൽ ടു 3 കൊടുക്കണം. n ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ y4 ആവും. ഇന്ന് ഞാൻ പറയണ്ടല്ലോ, ഇത് y3 ആവും പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് x3 y3 is equal to y3 plus h into f of x3 y3 minus x3 divided by y3 plus x3. ഇപ്പോൾ ഇവിടെ നിന്ന് y4 is equal to y3 plus y3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതാണ് 1.254 പ്ലസ് h ഇൻറ്റു h എത്ര? 0.1 ഇൻറ്റു y3 മൈനസ് x3 എന്ന് പറയുന്നത് 1.254 മൈനസ് x3 എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ 0.3 ഡിവൈഡ് ബൈ y3 പ്ലസ് x3 1.254 പ്ലസ് 0.3. ഇത് ചെയ്യുമ്പോൾ ആൻസർ ആവും. വാല്യൂ ഈസ് ആൻസർ മൈനസ് 0.3 ഡിവൈഡ് ബൈ 1.254 പ്ലസ് 0.3 into 0.1 plus 1.254 1.3154 y4 കിട്ടി. ഇനി അടുത്ത ഫിഫ്ത്ത് വൺ n ഈസ് ഈക്വൽ ടു 4. അപ്പോൾ എന്തായി? n ഈക്വൽ ടു 4 കൊടുക്കുമ്പം y5 ഈസ് ഈക്വൽ ടു y4 പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് x4 y4 എന്ന് പറഞ്ഞാൽ ഇതങ്ങ് ഡയറക്റ്റ് കൊടുക്കുക അല്ലേ. y4 minus x4 divided by y4 plus x4. അവിടെ നിന്ന് y5 is equal to y4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.3154 പ്ലസ് h എന്ന് പറഞ്ഞാൽ എത്ര? 0.1 ഇൻറ്റു y4 മൈനസ് x4 1.3154 മൈനസ് x4 എത്ര? 0.5 ഡിവൈഡ് ബൈ 0.4 ആണത്. 0.4 ഡിവൈഡ് ബൈ 1.3154 മൈനസ് 0.4. ഇവിടെ നിന്ന് y5 ഈസ് ഈക്വൽ ടു 1.3154 മൈനസ് 0.4
തെറ്റിപ്പോയി. 1.3154 മൈനസ് 0.4 ഡിവൈഡ് ബൈ 1.3154 പ്ലസ് മൈനസ് മാറി ഇവിടെ പ്ലസ് അല്ലായിരുന്നു, ഒരു പ്ലസ് ഇട്ട് ഉണ്ടായിരുന്നു. ഞാൻ എന്താ പറഞ്ഞത് നോക്കുന്നത്, ഇനി നാളെ ചെയ്യാം. പ്ലസ് 1.3154 1.3687. This is y5. അപ്പോൾ y5 x5 ഈസ് ഈക്വൽ ടു 0.5 കറസ്പോണ്ട് ചെയ്യും. അപ്പോൾ y5 എന്ന് പറഞ്ഞാൽ y ഓഫ് 0.5 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വാല്യൂ കിട്ടി? 1.3687. ആൻസർ. ഓക്കെ.